ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഗോതമ്പ് ദോശയും മുട്ട മുളയിട്ടതും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് എൻ്റെ ചെറിയ മോളാണ്. എനിക്ക് നല്ല സുഖമില്ല, അത് കാരണമാണ് മോളെ കൊണ്ട് വോയിസ് കൊടുപ്പിക്കുന്നത്. അപ്പം ഇനി മുട്ട മുളകട്ടിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളി, 2 തക്കാളി, എരിവിന് ആവശ്യമായ 2-3 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ റെഡിയാക്കി വെക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടെടുക്കാം. ഉള്ളിയെല്ലാം നന്നായി ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. ഇനി കുറച്ച് സമയം അടിച്ചു വെക്കാം. അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി അടച്ചു. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടി കുറച്ച്. ഇതെല്ലാം നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം കൂടി അടിച്ചു വെക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അത് പിഴിഞ്ഞ് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി നന്നായി തിളക്കുന്നവരെ അടച്ചു വെക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാം. അപ്പം നമുക്ക് മുട്ട ഒഴിച്ചെടുക്കാം.
മുട്ടയോളം ഒഴിച്ചെടുക്കാം. ഇനി വീണ്ടും അടച്ചു വെക്കാം. ഫ്ലെയിം ചെറുതായിട്ട് തന്നെ മതി. ഗോതമ്പും മൈദയും ചേർന്നിട്ടുള്ള ദോശയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. രണ്ട് കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയും നമുക്ക് എടുക്കാം. ഈ കപ്പിലാണ് നമ്മൾ എടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. അപ്പൊ ഇതാ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഈ ഒരു ലൂസിലാണ് നമ്മൾ മാവ് കലക്കി എടുക്കേണ്ടത്. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ദോശയാ? എന്താ വേണ്ട പറ. വിശക്കുന്നുണ്ട്? ഇപ്പൊ തരാ. ചൂടാ? ചൂട് തണിയട്ടെ. വേഗം കഴിയുന്നതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് 2 തവ വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പം നമ്മളെ ദോശയും കറിയൊക്കെ റെഡിയായി. എളുപ്പ റെസിപ്പി ആയിട്ടാണ് നമ്മളിവിടെ വന്നത്. മസ്റ്റ് ട്രൈ ദിസ് റെസിപ്പി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ സീ യു. ബൈ ബൈ ടു